ഓണത്തിരക്കിൽ തലസ്ഥാനം തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ചന്തു എസ് നായരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ചന്തു, എങ്ങനെയാണ് തലസ്ഥാനത്തെ ഓണത്തിരക്ക്? ഉത്രാടപ്പാച്ചിൽ അതിന്റെ ഉച്ചാവസ്ഥയിലാണ്. കാരണം ഇന്ന് ഉച്ചയോട് അടുത്തിരിക്കുന്നു. മാത്രമല്ല ഇപ്പോഴും തിരക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഈസ്റ്റ് ബോർഡിലും പഴവങ്ങാടിയിലുള്ള തിരക്ക് കുറഞ്ഞിട്ടില്ല. തിരക്ക് കൂടുതലേ ഉള്ളൂ. കാരണം നാളത്തെ തിരുവോണം സമൃദ്ധമാക്കണമെങ്കിൽ ഇന്നത്തെ ഈ ഉത്രാടം കൂടുതൽ സാധനങ്ങൾ വാങ്ങി നാളത്തേക്കുള്ള സ്വരുക്കൂട്ടിയും എല്ലാം കെങ്കേമമാക്കണം. എങ്കിൽ മാത്രമേ ഐശ്വര്യം വന്ന് ചാടൂ എന്നുള്ള സങ്കല്പത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ പുതു വസ്ത്രങ്ങൾ ധരിച്ച് ഇന്നത്തെ ഉത്രാടം സമൃദ്ധമാക്കാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഉച്ചഭക്ഷണം, അതായത് സദ്യ കഴിക്കാൻ. അതിനോട് വേണ്ടിയാണ് ഇന്ന് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്ന തുണിത്തരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയം. ജനങ്ങൾ കൂടുതൽ പർച്ചേസ് നടത്തുന്നത്. മാത്രമല്ല ചെറുകിട എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. പൂക്കൾ നമുക്ക് തൊട്ടടുത്ത് കാണാം, പൂക്കൾ വിൽക്കുന്നുണ്ട്. പൂക്കൾ കാരണം ഇന്ന് അത്തത്തിന്റെ അവസാന ദിവസം, അതായത് നാളത്തെയാണ് അവസാന ദിവസം. ഇന്ന് പൂക്കൾ വാങ്ങി തലയിൽ ചൂടാനും എല്ലാം പൂക്കൾ വാങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചെറുകിട കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും 2 ദിവസം കൊണ്ട് മാക്സിമം വിറ്റ്, അത് ഇന്നും നാളെയും രാവിലെയും കൊണ്ട് കൂടുതൽ വിൽപ്പന നടത്തി ചെറിയ ലാഭത്തിൽ കൂടുതൽ വിൽപ്പന നടത്തി സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള തത്രപ്പാടിലാണ്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് കൂടുതൽ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടുമെന്നുള്ള ധാരണയിലും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും അങ്ങനെ അത്തരത്തിൽ വാങ്ങാനാണ് വന്നിരുന്നത്. മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളും കൂടുതൽ വിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്ത് തന്നെയാണ് ഒരു നീണ്ട നിര കാണുന്നത്. അത് ബോളി വാങ്ങിക്കാനുള്ള ഒരു ക്യൂ ആണ്. അതായത് ജനങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ കാത്തു നിൽക്കുകയാണ്. ക്യാമറ നമ്മൾ അങ്ങോട്ട് ചലിപ്പിക്കുമ്പോൾ ആ നിലനിൽക്കുന്ന ക്യൂ ബോളി വാങ്ങുന്നത്. അതായത് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ്, അതായത് തെക്കൻ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ സദ്യകളിൽ ബോളി വിളമ്പുക എന്നുള്ളത്. സദ്യക്ക് ബോളിയും പായസവും പാൽപായസവും കഴിച്ചാലേ അത് സദ്യ കെങ്കേമമാകൂ എന്നുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ നീണ്ട നിര കാണുന്നത് തന്നെ ബോളി വാങ്ങിക്കുക, അതോടൊപ്പം തന്നെ ഇന്നത്തെയും നാളത്തെയും സദ്യ കെങ്കേമമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിരവധി കച്ചവടങ്ങളും അതോടൊപ്പം തന്നെ സമൃദ്ധമായ ഓണവും വരവേൽക്കാനുള്ള ഒരു ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് എല്ലാവരും. നമുക്ക് ഇവരോട് ചോദിക്കാം, എന്തിനാണ് എങ്ങനെയാണ് ഓണം സമൃദ്ധമാക്കാനുള്ള പരിപാടിയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സ്വന്തം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അല്ലേ, അത് നമ്മൾ ആഘോഷിച്ച് സന്തോഷപ്പെടണ്ടേ? തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള ഒരു ഭാഗത്തിലാണ്. പോലീസും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്യൂ നിയന്ത്രിക്കുവാനും ആളുകൾക്കുള്ള സഞ്ചാര സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഒരുക്കുവാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനും നിരവധി പേര് എത്തിയിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മഞ്ഞമുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, മഞ്ഞമുണ്ട് ഇന്ന് വിൽക്കുന്നുണ്ട്. അത് ചെറിയ തോർത്ത് പോലുള്ളതാണ്. അത് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പൂജാ വിഗ്രഹങ്ങളിലേക്ക് ഇത് ചാർത്തി മാവേലി വരവേൽക്കുന്നു എന്നതാണ് സങ്കല്പം. അങ്ങനെ എല്ലാ തരത്തിലും നാളത്തെ തിരുവോണം ഐശ്വര്യമാക്കാൻ, ഇന്നത്തെ ഉത്രാടം സമൃദ്ധമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഓരോ കേരളീയരും മലയാളികളും. നമുക്ക് തിരുവനന്തപുരത്ത് അതാണ് കാണുന്നത്.